ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണ്? ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ രൂപങ്ങൾ തെളിയാറുണ്ട്. അത് നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം കണ്ടെത്തുന്നതായ ചില രൂപങ്ങളാണ്. ചിലർ ദൈവമെന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കാറുണ്ട്. മറ്റു ചിലർ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ രൂപങ്ങളിൽ ദൈവത്തെ കാണാറുണ്ട്. ചിലർ മനുഷ്യരൂപങ്ങളെക്കാൾ ഉപരിയായി ഒരു തേജസ്സാണ് കാണുന്നത്. അങ്ങനെ ദൈവത്തെ പല നിലകളിലാണ് മനുഷ്യൻ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ആരാണ്? ദൈവത്തെ കാണുമ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണ്? ഈ കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ നേരിട്ട് കാണുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. ആത്മാവാകുന്ന ദൈവത്തെ കാണുവാൻ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് സാധ്യമല്ല. മോശയോട് ദൈവം പറയുന്നത്, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത്രമാത്രം ഭയങ്കരനായ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെ പിതാവാം ദൈവത്തെ കാണുവാൻ പുത്രനിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തി തന്നത്. ആ ദൈവം ആരാണ്? 90-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നോക്കുക, ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ അനാദിയായും ശാശ്വതമായുമുള്ളവനാണ് ദൈവം. ആ ദൈവം എത്രമാത്രം വലിയവനാണ്! പലപ്പോഴും ഈ ദൈവത്തിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ പലപ്പോഴും ഭയപ്പെടാതെ ഇരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് യെശയ്യാപ്രവചനം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. നോക്കുക, ദൈവത്തിൻ്റെ വലിപ്പം എത്രമാത്രം ഭയങ്കരമാണെന്ന് ഓർക്കുക. നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള വലിപ്പവും തേജസ്സും അപ്രമേയത്വവും ഉള്ളവനാണ് ദൈവം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ മുഴുവനായി താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം താൻ ദർശിക്കുന്നതാണ്. അവിടെ വിവരിച്ചിരിക്കുന്നത് നാം വായിക്കുമ്പോൾ ദൈവം എത്രമാത്രം ഉന്നതനാണെന്നും എത്രമാത്രം തേജസ്സേറിയവനാണെന്നും കാണുവാൻ സാധിക്കും. ഈ ദൈവത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ദിവസത്തെ 1000 സംവത്സരം പോലെ കാണുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്,
ഈ 24 മണിക്കൂറുകളിലെ ഓരോ സെക്കൻഡിനെയും 1000 സംവത്സരങ്ങളിലെ സെക്കൻഡുകളാക്കി വിഭജിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ നാം ഒരു സെക്കൻഡിനെ പല മില്ലി സെക്കൻഡുകളാക്കിയിട്ടുണ്ട്. ആ മില്ലി സെക്കൻഡുകളിലെ ചെറിയ ചെറിയ സമയത്തിൻ്റെ അംശത്തെ മനസ്സിലാക്കുവാൻ ഒരു പക്ഷെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും മെഷീനുകൾക്ക് സാധിച്ചേക്കാം. അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള റണ്ണിംഗ് റേസ് നടക്കുമ്പോൾ ഫോട്ടോ ഫിനിഷിൽ മൈക്രോ സെക്കൻഡുകൾ വരെ അളക്കാറുണ്ട്. ആരാണ് ആദ്യമായി ഫിനിഷ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനമുണ്ട്. അതിൽ മില്ലി സെക്കൻഡുകൾ വരെ അളന്നാണ് അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത്. എന്നാൽ വലിയവനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ മില്ലി സെക്കൻഡുകളെ വീണ്ടും 1000 സംവത്സരങ്ങളുടെ സെക്കൻഡുകളാക്കി വേർതിരിച്ചാൽ അതിലെ ഒരംശം എത്രമാത്രം വരുമോ അതിനെപ്പോലും കാണുവാൻ വലിയവനായ ദൈവത്തിന് സാധിക്കും. പ്രിയമുള്ളവരെ, അതെത്ര വലിയ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യം, 1000 സംവത്സരത്തെ ഒരു ദിവസം പോലെ കാണുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ മോശ 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയൊരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നോക്കുക, 1000 സംവത്സരങ്ങളുടെ ദൈർഘ്യമേറിയ സമയത്തെ ഒരു ദിവസമാക്കി കാണുവാൻ വലിയവനായ ദൈവത്തിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ അപ്രമേയത്വം എത്രയോ വലുതാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും ഉളവാക്കിയ വലിയവനായ ദൈവം എത്രമാത്രം ഉന്നതനാണ് പ്രിയമുള്ളവരെ. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ചെന്ന് നിന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത്. സ്വപുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉന്നതനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും ചിന്തിച്ച് അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തെ നാം ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തെ നാം ഭക്തിയോടെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ മുൻപാകെ നാം ചെന്ന് നിൽക്കുമ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ നിൽക്കണം. ആരുടെ മുൻപിലാണ് നാം നിൽക്കുന്നത് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ വാക്കുകൾ നാം ക്രമീകരിക്കണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ മലയാള ഭാഷയിൽ നീ എന്നുള്ള വാക്ക് നാം ഉപയോഗിക്കാറുണ്ട്. തിരുവെഴുത്തിൽ നീ എന്നുള്ള വാക്ക് ബഹുമാനത്തോടെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ നാം പ്രയോഗിച്ച് അതിൻ്റെ ബഹുമാനമെല്ലാം നഷ്ടപ്പെടുത്തി നാം ദൈവത്തെ നീ എന്ന് സാധാരണ നിലയിൽ സംബോധന ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിപ്പോയിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇംഗ്ലീഷ് പരിഭാഷയിലെ കിങ് ജെയിംസ് വേർഷൻ നോക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൗ എന്നാണ്. ദൗ അല്ലെങ്കിൽ ദൈ, ബഹുമാനത്തോടെ, അവിടുന്ന്, അങ്ങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്രമാത്രം ബഹുമാനത്തോടെയും ഭക്തിയോടെയുമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മലയാള പരിഭാഷയിലെ നീ എന്നുള്ളതായ വാക്ക് ബഹുമാനത്തോടെ നാം ഉപയോഗിക്കുവാൻ പഠിക്കണം. വർഷങ്ങൾക്ക് മുൻപ് നീ എന്നുള്ളതായ വാക്ക് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ കിങ് ജെയിംസ് വേർഷനിലെ ദൗ, ദൈ എന്നുള്ളതായ പദത്തിൻ്റെ ആഴമേറിയ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ നീ എന്ന് സംബോധന ചെയ്യാറില്ല, അങ്ങ്, അവിടുന്ന് എന്ന് മാത്രമാണ് ഞാൻ സംബോധന ചെയ്യാറുള്ളത്. ഈ പ്രഭാതത്തിൽ ഈ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടുത്തു വന്നിരിക്കുമ്പോൾ അത്യുന്നതനായ സർവശക്തനും സർവവ്യാപിയും സർവത്തിൻ്റെ ഉടമസ്ഥനുമായ ഈ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടുത്തു വന്നിരിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ അവിടുത്തെ മുൻപാകെ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തിയേൽപ്പിക്കാം. ഇന്നത്തെ ദിവസം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും നമ്മെ സ്നേഹിക്കുന്നവനാണെന്നും നമ്മെ കരുതുന്നവനാണെന്നും നമ്മെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്നവനുമാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ
അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ സർവശക്തനും സർവ്വവ്യാപിയുമായ അവിടുത്തെ മുൻപാകെ ഇന്ന് രാവിലെ ഞങ്ങൾക്കടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്രമാത്രം ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് സർവ്വ അഖിലാണ്ടത്തിൻ്റെയും സ്രഷ്ടാവായ സർവശക്തനായ ദൈവമാകയാൽ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ നമസ്കരിക്കുന്നു. കർത്താവേ, ആരാധ്യനായ അവിടുത്തെ മുൻപാകെ ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. അവിടുന്ന് അതിഭയങ്കരനാണെങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സ്വന്തം പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനിലൂടെ അവിടുത്തെ രൂപം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ആരാണെന്നറിയുവാൻ അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ അറിവിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന സ്നേഹവാനായ ദൈവമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, സന്തോഷത്തോടെയും ധൈര്യത്തോടെയും അവിടുത്തെ സന്നിധിയിലുള്ള ആശ്രയത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ കൃപകളാലും ഞങ്ങളെ വഴി നടത്തണമേ. യാതൊന്നുകൊണ്ടും പതറിപ്പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.